നമസ്കാരം. ദേശീയപാതയുടെ തകർച്ചയാണ് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമാവുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സർക്കാർ വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ചതാണ് ദേശീയപാത വികസനം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിലും ഇത് സംസ്ഥാന സർക്കാരാണ് ഇത് നിർവഹിച്ചതെന്നാണ് പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിരുന്നത്. ഈ നവീകരിച്ച ദേശീയപാതയിൽ പോയി റീൽസ് എടുക്കുകയായിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രധാന പണി. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ദേശീയപാതയിൽ വിള്ളൽ വീണിരിക്കുന്നു. അതുവഴി യാത്ര ചെയ്യാൻ ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വഴിനീളെ നേട്ടം കൊയ്ത് ഫ്ലെക്സ് അടിച്ചവർ എന്നാൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫ്ലെക്സ് അടിച്ചവർ തന്നെ ഇതിനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണവും ആവശ്യമാണ്. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ പിണറായി സർക്കാർ മടിക്കുന്നു, കേന്ദ്ര സർക്കാർ മടിക്കുന്നു? മോദിയുടെയും പിണറായി വിജയൻ്റെയും ഫ്ലെക്സ് അടിച്ച് പരസ്യം ചെയ്തവരും ഇക്കാര്യത്തിൽ മൗനത്തിലാണ്. ഈ വിഷയമാണ് പവർ പോയിൻ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സുരേഷ് കുമാർ, BJP നേതാവ് നന്ദു, കോൺഗ്രസ് നേതാവ് രജിത് രവീന്ദ്രൻ എന്നിവരാണ്. ആദ്യം രജിത് രവീന്ദ്രനിലേക്ക്. രജിത്ത്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ് ഈ ദേശീയപാതയുടെ തകർച്ച. മലപ്പുറത്ത് ദേശീയപാത വഴി പോയവർ വളരെ നാരോ ആയിട്ട്, അതായത് നേരിയ വ്യത്യാസത്തിലാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ദേശീയപാതയുടെ സർവീസ് റോഡ് ആകെ തകർന്നു വീണു. ഈ പണികൾ പൂർത്തിയാക്കണമെന്ന് കർശനമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് പെട്ടെന്ന് പണികൾ പൂർത്തിയാക്കിയത്. ഇവിടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത വികസനത്തിനെ ബാധിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കാരണം കേരളത്തിൻ്റെ പ്രത്യേക പ്രകൃതി സംബന്ധിച്ചും അക്കാര്യം കൂടി കണക്കിലെടുത്ത് വേണം ഇവിടെ റോഡുകൾ ഡിസൈൻ ചെയ്യാൻ. ഫ്ലൈ ഓവർ വേണമെന്ന് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട സ്ഥലത്താണ് മണ്ണിട്ട് നികത്തിയുള്ള വികസന പ്രവർത്തനം നടക്കുകയും ചെയ്തത്. ആ റോഡ് തകരുകയും ചെയ്തത്. ഇത്തരത്തിൽ 12 റീലുകളാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് ഈ വികസനം നടക്കുന്ന ദേശീയപാതയുടെ മുന്നിൽ നിന്നും ഷൂട്ട് ചെയ്ത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അങ്ങോളം വിള്ളലുകൾ വീണിരിക്കുന്നു. ജനങ്ങൾ ഭയത്തോടു കൂടിയാണ് യാത്ര ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ധാർമ്മികമായ ചുമതല കൂടി മുഹമ്മദ് റിയാസിനില്ലേ? നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് നാഷണൽ ഹൈവേ വികസനം എന്ന് പറയുന്നത്. അവിടെ 2 പേരും പിതൃത്വം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ ദേശീയപാതയ്ക്ക് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? റോഡ് നിർമ്മാണത്തിൽ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ സഞ്ചരിച്ചപ്പോൾ 55 ഇടങ്ങളിലായിട്ടാണ് ഈ വിള്ളലുകൾ ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേശീയപാതയിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതേ പ്രയാസം ഉണ്ട് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ പാരിസ്ഥിതികമായി പഠിച്ചുകൊണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ നിയമമാണ് ഈ ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ മാനദണ്ഡങ്ങളിലെ പ്രധാനം. അപ്പോൾ കേരളത്തിൻ്റെ പാരിസ്ഥിതിക അവസ്ഥകളെക്കുറിച്ച് ഒന്നും പഠിക്കാതെ അതിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുള്ള വീഴ്ചകൾ ഒരുപോലെ തന്നെ എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഈ രീതി കേരളത്തിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ ഉപരിതലത്തിലെ മണ്ണിന് വേണ്ടത്ര ഉറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും ആ റോഡിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസ്ഥ വളരെ റിസ്ക്കാണ്. കേരളത്തിലെ പൊതുജനങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള റീൽസിലൂടെയും സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെയും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെള്ള പൂശിക്കൊണ്ട് മാത്രമായ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കപ്പുറം സർക്കാരിലെ ഒരു വിശ്വാസമല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് പ്രധാനമായും ഈ മണ്ണ് പരിശോധന, ആ പ്രദേശത്തെ മണ്ണ് പരിശോധന നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ടിങ് കമ്പനിക്ക് അത് കൊടുക്കുമ്പോൾ, മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ സ്ഥലത്തിലുള്ള പാരിസ്ഥിതിക സ്ഥിതികൾ പൂർണ്ണമായി പഠിച്ചിട്ട് തന്നെയാണോ? ഇതിൽ നാളെ മഴ ഇന്നും പറയുന്നത് UDF ഒക്കെ ഈ പദ്ധതി തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണമാണെന്നാണ്. ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് പ്രതിപക്ഷ സംഘടന എന്നുള്ള രീതിയിൽ UDF കടന്നു ചെല്ലുമ്പോൾ പോലും മന്ത്രി റിയാസ് പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ആർക്കെങ്കിലും ഒരു അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഈ സർക്കാർ ചിന്തിക്കാറുള്ളൂ. അത് നമ്മൾ മുൻകാലങ്ങളിലെല്ലാം, ഈ കഴിഞ്ഞ 9 വർഷ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ദേശീയപാത അതോറിറ്റിക്കകത്ത് ഈ സാഹചര്യങ്ങളും മറ്റ് വെള്ളക്കെട്ടുകളും പഠിച്ച് ഈ നിർമ്മാണ രീതിയെക്കുറിച്ച് പഠിച്ച് വിശദീകരിച്ച് ഒരു ബോഡിയെ ഏൽപ്പിക്കുമ്പോൾ ഈ സംരക്ഷണ വീതി നിർമ്മാണത്തിന് 2 രീതിയിലുള്ള മാനങ്ങളാണ് മൂർത്തെന്ന് പറയുന്ന
ഓർഗനൈസേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. 3 മീറ്ററിൽ താഴെ ഉയരമുള്ള സംരക്ഷണ ഭിത്തിയിൽ മണ്ണിന് ചതുരശ്ര മീറ്ററിന് 1.5 ടൺ ഭാരം താങ്ങാനുള്ള ഉറപ്പ് വേണം, നിർബന്ധമാണ്. 3 മീറ്ററിന് മുകളിലുള്ളതാണെങ്കിൽ 1.8 ടൺ ഭാരം താങ്ങണം. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? വളരെ അവ്യക്തമാണിതൊക്കെ. ഇവിടെ മണ്ണിൻ്റെ ബലം പരിശോധിക്കുകയോ അതിനെ ശക്തമായി ഒരു വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമോ, ഒരു അപകട ഭീതിയിലേക്ക് വരുമോ എന്നുള്ള ഒരു പഠനവും ഈ സ്ഥലങ്ങളിലൊന്നും നടത്തിയിട്ടില്ല. 55 സ്ഥലങ്ങളിൽ ഈ വിള്ളലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ദേശീയ പാതയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തകർന്നു വീണാൽ ആ പാതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, സത്യം. പക്ഷേ അതിൻ്റെ സബ് റോഡുകളുണ്ട്, മറ്റ് അവിടുത്തെ പ്രദേശവാസികൾ താമസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ചെറിയ വഴികളുണ്ട്. അവിടേക്ക് കൂടി ഇടിയുകയും പിന്നെ മഴ പെയ്യുമ്പോൾ ആ മണ്ണുകൾ ഒലിച്ച് അവിടെ ചെന്ന് അവർക്ക് വാഹന തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അശാസ്ത്രീയമായാണ് പണി ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയത സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ദൈനംദിന പ്രശ്നമായി മാറുമ്പോൾ ഈ സർക്കാരുകളെ ഏത് തരത്തിലാണ് കേരള പൊതുസമൂഹം വിലയിരുത്തേണ്ടത്? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ റീൽസ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുമോ? ഇവിടെ ഇന്നിപ്പോൾ മന്ത്രി റിയാസ് വീണ്ടും പറയുകയാണ്, ഞാൻ റീൽസ് ഇടും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത്. റീൽസ് ഇട്ടോട്ടെ, എത്ര വേണമെങ്കിലും റീൽസ് ഇട്ടോട്ടെ. പക്ഷേ ഇത് സംബന്ധിച്ച് ദേശീയപാതയിലുണ്ടായ ഈ വിള്ളൽ അല്ലെങ്കിൽ ഈ തകർച്ച, ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ചുമതലയല്ലേ? ഇവിടെ DYFI എന്താണ് ചെയ്തത്? കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടുത്തെ സ്ഥലത്തെ MP കൂടിയായ ET മുഹമ്മദ് ബഷീർ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ പോയി കണ്ട് എഴുതി കൊടുത്ത് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ KNR കൺസ്ട്രക്ഷനെ മരവിപ്പിച്ചത്. അതായത് അവരുടെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുക, അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടാകുകയും ചെയ്തത്. ഇവിടെ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം ഇത് സംബന്ധിച്ച് ഫ്ലെക്സ് അടിച്ച് വഴിനീളെ നിരത്തിയിട്ട് ഇക്കാര്യത്തിൽ ഒരു വിള്ളലുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. സംസ്ഥാന സർക്കാർ അല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടി ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായും വ്യക്തമാക്കേണ്ടത്. ഒന്ന്, ദേശീയപാത 66-ൻ്റെ പശ്ചാത്തലം, അത് ഇവിടെ രൂപപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 2013-ൽ ഈ ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടുന്ന് അവരുടെ ഓഫീസ് പൂട്ടി ഈ കേരളത്തിൽ നിന്നും നാട് വിട്ടുപോയതാണ്. അന്ന് നിലനിന്നിരുന്ന UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും പടലപ്പിണക്കവും കാരണം അവർക്കൊരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അവരങ്ങനെ ഈ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വരവിന് തൊട്ട് മുൻപായി അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്കകത്ത് ഞങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ പദ്ധതി കൃത്യമായി നടപ്പിലാക്കി പൂർത്തീകരിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയത്. ഒരുപക്ഷെ ആ ഉറപ്പിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരികയും കേരളത്തിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെയും നേരിട്ട് കാണുകയും ദേശീയപാതയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വീണ്ടും ചർച്ച ഓപ്പൺ ചെയ്യുകയും ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ കെടുകാര്യസ്ഥതയുടെ ഭാഗമായി നമുക്ക് വലിയ നിലയിലുള്ള തുക ചിലവഴിക്കേണ്ടി വന്നു. ആ തുക ഏകദേശം അതിൻ്റെ 25% ഈ ദേശീയപാതയുടെ മൊത്തം ചെലവിനത്തിൽ വരുന്നതിൻ്റെ 25% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വഹിക്കാം എന്നേക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും അങ്ങനെയാണ് 5560 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ചിലവഴിച്ചത്. പിന്നെ ഇവിടെ ആങ്കർ തുടക്കത്തിൽ ചോദിച്ച 2 കാര്യങ്ങൾക്ക് അതിനകത്ത് വ്യക്തമായ മറുപടിയുണ്ട്, ഫ്ലക്സും റീലും. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ 25% പദ്ധതിക്ക് വേണ്ടി തുക വിനിയോഗിച്ച മന്ത്രിക്കും ആ മന്ത്രിസഭയ്ക്കും തീർച്ചയായിട്ടും ഫ്ലക്സ് വയ്ക്കാനും റീലെടുക്കാനുമൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുമുള്ള അധികാരവും അവകാശവുമുണ്ട്. നമ്മൾ താങ്കൾ മറുപടി പറഞ്ഞു സമ്മതിക്കുകയാണെങ്കിലും അങ്ങനെയെങ്കിൽ ഈ തകർച്ചയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനുള്ള 25% എങ്കിലും ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ല, തകർച്ചയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. തകർച്ചയുടെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദേശീയപാതയുടെ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നത്, അതിൻ്റെ ടെൻഡർ തീരുമാനിക്കുന്നത്, കരാറുകാരനെ തീരുമാനിക്കുന്നത്, നിർമ്മാണ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധന നടത്തുന്നത്, സ്ഥല പരിശോധന നടത്തുന്നത്, ഗുണപരിശോധന നടത്തുന്നത് ഒക്കെ തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയപാത അതോറിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ചുമതലയാണ്.
എന്നുള്ളതാണ്. അതിന് വേണ്ടി വരുന്ന മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ നാട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഇത് രണ്ടിനെയും രണ്ടായി കാണാനും ഇതിൽ ഏതൊക്കെയാണ് അവരവരുടെ ചുമതല എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ പരിഹാരമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളല്ലാതെ കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടത്. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പ്രവൃത്തിയിൽ പാളിച്ചയുണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ പരിശോധന, ആ പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ആ KNR കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയെ ആ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും അവരെ ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസ്തുത ഇതാണെന്നിരിക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിലയിലും ചുക്കാൻ പിടിച്ച ഒരുപക്ഷെ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഒരു പദ്ധതിയെ ഈ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അതിനെ പുനരാരംഭിച്ച് ഏകദേശം പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഫ്ലക്സ് വയ്ക്കും. ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഈ ഹൈവേ വികസനം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ ഫ്ലെക്സ് വെച്ചതിലും റീൽസ് വെച്ചതിലും യാതൊരു പ്രശ്നവുമില്ല. കാരണം അത് 25% തുക കേന്ദ്ര സർക്കാർ ഈ ഇതിൽ മുടക്കി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ടത് യാഥാർത്ഥ്യം UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ 100% തുക മുടക്കാൻ തയ്യാറായ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ നാഷണൽ ഹൈവേ ഓഫീസ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലയളവിൽ പൂട്ടിയിട്ട് മടങ്ങിയത് പിണറായി സർക്കാർ മുൻകൈ എടുത്ത് തിരിച്ചു വിളിച്ച് പദ്ധതി നടപ്പാക്കാനുള്ള എല്ലാ ഇതും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറയുന്നത് അതോടൊപ്പം ഈ അപാധകൾ ഉണ്ടെങ്കിൽ അതും ഏറ്റെടുക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരാണ് ഹൈവേയുടെ പൂർണ്ണമായും ചുമതല. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ആവശ്യമാണ്. കാര്യം മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ഭൂപ്രകൃതി അല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ വ്യത്യസ്തമായ ഭൂപ്രകൃതി, അതിനനുസരിച്ചുള്ള ഒരു നിർമ്മാണമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണി നടക്കുമ്പോൾ തന്നെ ഈ നാട്ടുകാരും സ്ഥലത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരുമൊക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു അശാസ്ത്രീയമാണ് റോഡ് നിർമ്മാണം, ഫ്ലൈ ഓവർ വേണം ഉൾപ്പെടെയുള്ള ആവശ്യപ്പെട്ട് അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലമല്ലേ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് ഉത്തരവാദി? കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ? 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 3820 കോടി രൂപയാണ് കേരളത്തിലേക്ക് ഈ പറയുന്ന ദേശീയപാതകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തത്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അലോക്കേറ്റ് ചെയ്തതുപോലെ തന്നെ കേരളത്തിലേക്കും അലോക്കേറ്റ് ചെയ്തു. പക്ഷേ അന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അത് യാഥാർത്ഥ്യമാണ്. 2014-15 കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. 2016 ശേഷം ഇപ്പോൾ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ 25% തരാമെന്നൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 25% തരാമെന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ 25% എന്നുള്ളത് അദ്ദേഹം ബുദ്ധിപൂർവ്വം അങ്ങ് മറന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ലാൻഡ് അക്വിസിഷൻ്റെ 25% ഞങ്ങൾ തരാം. അപ്പം അതിലും 75% ആര് മുടക്കുന്നുണ്ട്? ദേശീയ പാതാ വികസന അതോറിറ്റി തന്നെ 75% മുടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം 25% എന്ന വാക്കിൽ അങ്ങ് അതിനെ ബുദ്ധിപൂർവ്വം മടക്കിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം, മറ്റെല്ലാ സ്റ്റേറ്റുകളും മറ്റൊരു 90% സ്റ്റേറ്റുകളും അതത് സംസ്ഥാനങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ വർക്കുകൾ നടക്കുമ്പോൾ ആ വർക്കുകൾക്ക് ചിലവാകുന്ന സാധന സാമഗ്രികളുടെ GSTയിൽ ഗണ്യമായ കുറവോ അല്ലെങ്കിൽ എടുത്തു മാറ്റാനോ തയ്യാറായപ്പോൾ കേരളത്തിൽ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് ഞങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ സർവീസ് റോഡുകളുടെ ചിലവുകൾ വഹിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ പറയുകയും അതിനുശേഷം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. നിതിൻ ഗഡ്കരി തന്നെ, ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിജി തന്നെ പാർലമെൻറ്റിൽ ഒരു സമയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശരി നിങ്ങൾ ഞങ്ങൾക്ക് 25% എഗ്രി ചെയ്തു, നിങ്ങളത് തരില്ല എന്ന് അദ്ദേഹത്തിന് ഫാക്സ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സഭയ്ക്കകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തരില്ല, ശരി വേണ്ട, ഞങ്ങൾക്കത് വേണ്ട, പക്ഷേ നിങ്ങൾ GSTയിലെങ്കിലും കുറവ് വരുത്തൂ എന്ന് പറഞ്ഞിട്ട് പോലും അതിൽ പോലും കുറവ് വരുത്താത്തൊരു സർക്കാരാണ്. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ 25% ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ റീൽസും ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ. ഞാൻ പറയുന്നത് അത് CPMനെ സംബന്ധിച്ച് നമ്മൾ കുറ്റമായിട്ട് പറയാൻ പാടില്ല. കാരണം CPMന് എന്തിൻ്റെ പിതൃത്വവും ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് അവരത് ഉപയോഗിച്ചുകൊണ്ട് പിതൃത്വം ഏറ്റെടുക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ വാതായനമാണ്. പിണറായി വിജയൻ്റെ 9ാം വാർഷികത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ മരുമകനും കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന NHIയുടെ വികസനം
ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് CPM ഇനി അവസാന നിമിഷം, അതായത് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം പിണറായി വിജയൻ്റെ 9ാം വാർഷിക മാമാങ്കം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഇവർക്ക് തള്ളിപ്പറയേണ്ടി, ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു, ആ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരം വെച്ചിട്ട് ഒരിടത്തും ഞങ്ങൾക്ക് പങ്കില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു എളുപ്പമില്ലാതെ പറയേണ്ടി വന്നു. കാരണം മരുമകൻ റീൽസ് ഇട്ടിട്ട് പറയാണ് ഇത് ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ, നിയമസഭയ്ക്കകത്ത് പറയാണ് ഇത് ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഒക്കെ ഫലമാണെന്ന് പറഞ്ഞ സാധനത്തെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തള്ളിപ്പറയേണ്ട ഗതി കൊണ്ട് എന്തായാലും BJP അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വകുപ്പിനാണ്, ഞങ്ങളുടെ ഉപരിതല ഗതാഗത വകുപ്പിന് കീഴിലാണ് ഈ പ്രവർത്തനം നടന്നത്. ഈ കരാർ കൊടുത്തതിൽ ഞങ്ങളുടെ NHAയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ കരാർ കൊടുത്തിട്ടുള്ളത്. ആ കരാറിൽ കൃത്യമായിട്ടുള്ള അപാകത ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അപാകത ജനങ്ങളുടെ മുൻപേ അത് അപാകതയാണ് എന്ന് നമുക്ക് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട്. അതിന് കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് 3 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ ആ സ്ഥലത്തെത്തുന്നുണ്ട്, അവർ ആ സ്ഥലം പരിശോധിക്കുന്നുണ്ട്. ഈ പറയുന്ന KNR കൺസ്ട്രക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള ആ മേഖലയിൽ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ആ ആളുകൾക്കെതിരെ ഉൾപ്പെടെ നടപടിയെടുക്കുമെന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് ഇവിടെ ഈഞ്ചക്കൽ ബൈപ്പാസ് ഉണ്ട്. നമുക്കറിയാം വളരെ ആവശ്യമായിരുന്ന ഈഞ്ചക്കലിലെ ഒരു ഫ്ലൈ ഓവർ ആവശ്യമായിരുന്നു. അത് DPRൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ DPRൽ നിന്ന് ആ ഫ്ലൈ ഓവറിനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്? സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ചില പ്രഷർ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകളും അതത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ MLAമാരോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ MP മാരോ ഇടപെട്ടുകൊണ്ട് ഈ DPRൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് NHA പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു DPRലിലും അലൈൻമെൻറ്റിലും കൃത്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് അതത് സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള ഇപ്പം MLAമാരാവാം, കേരള സർക്കാരാവാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ MP മാരിൽ നിന്നാവാം. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ 3ാമത്തെ DPR പ്രകാരമാണ് ഇപ്പോൾ അവിടെ പണി നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ തന്നെ ഒരു ചർച്ചയിൽ ഞങ്ങൾ ഇരിക്കുന്ന ചർച്ചയിൽ അനിൽ പണ്ടാല സാറിനെ പോലെ വളരെ വൈദഗ്ധ്യമുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ പറയുന്നു, ഇത്തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളെ പല സമയത്തും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ചില രാഷ്ട്രീയ പ്രഷർ ഗ്രൂപ്പുകളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ഏത് പ്രഷർ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ DPR മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രഷർ ഇത് നടത്തിയത്? ലാൻഡ് അക്വിസിഷൻ, ഇപ്പോൾ നമ്മൾ പറയുന്ന അലൈൻമെൻറ്റ് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും ഒഴിഞ്ഞു മാറുന്നില്ല. ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, ഗവൺമെൻറ് ഏറ്റെടുത്ത പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കൃത്യമായ നിലപാട്, ആ ഞങ്ങളെ ഏറ്റെടുത്ത ഞങ്ങൾക്ക് കിട്ടിയ അഭിനന്ദനത്തിനും അപ്പുറത്ത് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു മേഖലയാണ് റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനം. നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയിൽ മുഴുവൻ, അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ആയാലും ശരി, അത് സൂറത്ത് മുതൽ കാമരൂപ് വരെ ആയാലും ശരി, നമ്മൾ ഏത് ഭാഗം, ഭാരതത്തിൻ്റെ ഏത് ഭാഗം നോക്കിയാലും റോഡ് ബോർഡ് ഓർഗനൈസേഷൻ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ UPയിലൊക്കെ പല സ്ഥലങ്ങളിലും, UPയിലും മധ്യപ്രദേശിലൊക്കെ പല സ്ഥലങ്ങളിലും റോഡുകൾ, NHകളിൽ യുദ്ധവിമാനങ്ങൾ പോലും ഇറക്കാൻ കഴിയുന്ന പര്യാപ്തതയിൽ റോഡ് നിർമ്മിക്കാൻ ഈ സർക്കാരിന് കീഴിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പരിമിതികളിലേക്ക് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? കഴിഞ്ഞ ദിവസം UDFൻ്റെയും അതുപോലെ UDFൻ്റെ നേതാക്കന്മാർ പൊതുവായി പറഞ്ഞ ഒരു കാര്യം, പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ദേശീയപാത പൊളിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ നഷ്ടം ആര് സഹിക്കും? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവർ ചോദിച്ചത്. അത് നഷ്ടം ആര് സഹിക്കും? ഇത് പൊതുജനങ്ങളുടെ പണമാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഇത് പൊതുജനങ്ങളുടെ പണമാണ്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ കാലത്തും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എന്ത് വികസനമായാലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നോക്കൂ, നിതിൻ ഗഡ്കരി വന്നതിന് ശേഷം അദ്ദേഹം ഈ മന്ത്രിസഭയിലെ മന്ത്രിയായി, ഉപരിതല ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യം, ആർക്കൊക്കെ ഈ റോഡിൻ്റെ കോൺട്രാക്ട് റീച്ച് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ റീച്ച് അടിസ്ഥാനത്തിൽ റോഡ് കോൺട്രാക്ട് എടുക്കുന്ന ഓരോ കോൺട്രാക്ടർക്കും അടുത്ത 5 വർഷം, അതായത് റോഡ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം, ഈ 5 വർഷത്തിനിടയിൽ റോഡിൽ എന്ത് തരത്തിലുള്ള ഡാമേജ് ഉണ്ടായാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കോൺട്രാക്ടർക്ക് ആയിരിക്കുമെന്ന് തീരുമാനിച്ച ഒരു മന്ത്രിസഭയും മന്ത്രിയുമുള്ള നാടാണ് ഭാരതം. പാലാരിവട്ടം പാലം തകർന്നില്ല, ചെറിയ വിള്ളലുകൾ വന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ മന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലിയുണ്ട്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസ് വന്നു. അത്തരമൊരു സമീപനമാണ് ഇന്ന് ഭരിക്കുന്ന സർക്കാർ, അതും ആ സർക്കാർ തന്നെയാണ് അന്നും ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ
സ്വീകരിച്ചിരുന്ന ശൈലി നമുക്കറിയാവുന്ന പോലെ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുക. ആ അധികാരത്തിലേറി 1.5 വർഷത്തിന് ശേഷമാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ 1.5 വർഷത്തിൻ്റെ പണിയുടെ ഉത്തരവാദിത്വം അവർക്കും കൂടെ ഉണ്ട്. പക്ഷേ അക്കാര്യം അവിടെ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് ചെയ്തത്. അതേ അളവുകൾ, അതേ മാനദണ്ഡം നമ്മൾ ഇവിടെ സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ദേശീയപാത തകർച്ചയിലും അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അല്ലേ? കാരണം നമ്മൾ ഈ റീൽസ് വയ്ക്കുമ്പോഴും, അതിപ്പോൾ സുരേഷ് പറയുന്നത് 25% ഉള്ളതാണ്, അതുകൊണ്ട് വയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവകാശമാണ് എന്നാണ് അദ്ദേഹം അക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്. അങ്ങനെ അവകാശപ്പെടുന്നവർക്ക് ഇതിൻ്റെ തകർച്ച അല്ലെങ്കിൽ ഈ വിള്ളൽ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാതെ ഇപ്പോഴും ഡിവൈഎഫ്ഐക്കാർ കരാറുകാരൻ്റെ ഓഫീസ് അടിച്ചു തകർക്കുന്നതല്ലാതെ യാതൊന്നും ചെയ്തില്ല. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ E.T. മുഹമ്മദ് ബഷീർ MP ആണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ KNR കൺസ്ട്രക്ഷൻസിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഇവിടെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ദേശീയപാതയുടെ തുടക്കത്തിൽ എന്താണ് തലപ്പാടി മുതൽ തിരുവനന്തപുരത്ത് കാരോട് വരെ വരുന്ന ഈ ദേശീയപാതയ്ക്ക് UDF അങ്ങനെ പ്രതികൂലമായൊരു സാഹചര്യത്തിലേക്ക് നിന്നുപോയി എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അതിനുശേഷം ഇതിപ്പോൾ 9ാം വർഷത്തിലേക്കുള്ള ആഘോഷത്തിലേക്കാണല്ലോ ഇന്ന് CPM കടക്കുന്നത്. അപ്പോൾ CPM കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു വന്നിരിക്കുന്ന വികസനത്തിന് അവർ പറയുന്നു ഈ ഡെവലപ്മെൻറ്റിന് എല്ലാം ഈ 25 BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ 25% കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ മാത്രം നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിൽ എന്താണ് സർക്കാരിൻ്റെ ഭാഗമെന്ന് പറയുന്നില്ല. അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് പോകുമ്പോൾ അതിപ്പോൾ ഏത് കേന്ദ്ര സർക്കാരാണെങ്കിൽ ഈ പദ്ധതിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പ്രധാനമായി 75% വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ 20 റീച്ചുകളായിട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ റീച്ചിലാണ് ഇപ്പോൾ ഈ ചെങ്ങള വരെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ തലപ്പാടി മുതൽ ചെങ്ങള വരെയാണ്. ആദ്യത്തെ റീച്ചിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ഏറ്റവും വലിയ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഏറ്റവും വലിയ ഒരു PR ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന സമയത്ത് ഇതിനൊരു തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള റീൽസിലൂടെ ആ പാലത്തിലൂടെ നടക്കുകയും സൈക്കിൾ ചവിട്ടുകയും ഇരുചക്ര വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക തലത്തിൽ അദ്ദേഹം കേരളത്തിലുള്ള ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ വികസനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞങ്ങളാണ്, അതുകൊണ്ട് ഈ വികസനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളുടെ ഉത്തരവാദിത്വവും സമാനമായി കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന LDFും സ്വയം ഏറ്റെടുക്കണം. അതേസമയം അവിടെയും വീണ്ടും എന്താ പറയുക, ഈ 600 കിലോമീറ്റർ വരുന്ന കാസർഗോഡ് നിന്ന് മുതൽ കാരോട് വരെ വരുന്ന ഈ 600 കിലോമീറ്റർ റോഡ് വരുന്നതിൽ ഇത് ചെറിയ കഷ്ണങ്ങളായി വിവിധ കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാരിസ്ഥിതിക പഠനം നടത്തുന്നത് അത്തരത്തിൽ തന്നെ ആ കാരണങ്ങൾ കൊണ്ട് സ്വാഭാവിക അഴിമതിയുടെ ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരും. ദേശീയപാത 66 കേരളത്തിൻ്റെ ഒരു ജീവനാഡിയാണ്. അതേസമയം ഭൂരിഭാഗം ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ്. വ്യാപാരങ്ങളുണ്ട്, വാണിജ്യ കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ കേരളത്തെ താങ്ങി നിർത്തുന്ന ഒരു ജീവനാടി കൂടിയാണ് ഈ ഹൈവേ. അവിടെ ഇപ്പോൾ ജനങ്ങൾ 6 വരിപ്പാതയിലൂടെ സഞ്ചരിക്കാൻ ഭയക്കുന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമുക്ക് അവസ്ഥ ഒന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ റോള് നിർവഹിക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം. ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന സ്ഥലത്തുൾപ്പെടെ അന്ന് അവിടുത്തെ MLAയും ഏറ്റവും പ്രധാനം MK രാഘവൻ MP 2024 അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ എണ്ണി പറഞ്ഞ് ഈ പറയുന്ന ദേശീയപാത വികസനത്തിൽ സ്ഥലങ്ങൾ എണ്ണി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടി അല്ലെങ്കിലും മലപ്പുറത്തിലെ കുരിക്കോട് കൂടി അദ്ദേഹം പറയുകയും ചെയ്തു. ഈ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് അദ്ദേഹം പറഞ്ഞ് പരാതി കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അക്കാര്യങ്ങളൊക്കെ ശരിവെക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ജനങ്ങൾ ആശങ്കയില്ലാതെ അതുവഴി ജനങ്ങൾക്ക് യാത്ര സഞ്ചരിക്കേണ്ടേ, യാത്ര പോകേണ്ടതല്ലേ? എത്ര നാളിങ്ങനെ അടച്ചിടും? ഒന്ന്, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം സമീപ ദിവസങ്ങളിലാണ് നടന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഭാവന അതിനകത്ത് എന്താണ്? വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിധേയമാക്കണം. ഇവിടെ റോഡിൻ്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഫ്ലെക്സ് വെച്ചതാണ് ഏറ്റവും വലിയ ആരോപണമായി പറയുന്നത്. ദ ഹിന്ദു വളരെ കൃത്യമായി അതിൻ്റെ മുഖപ്രസംഗം എഴുതി. കർണാടകയിൽ NH66 വികസന പ്രവർത്തനം ഒച്ചിഴയുന്ന വേഗത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ അത് ദ്രുതഗതിയിലാണ് നടക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി
വളരെ പ്രശംസനീയമായി കേരളത്തിൻ്റെ സർക്കാരിനെ പ്രശംസിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി മന്ത്രി തന്നെ നേരിട്ട് കേരളത്തിൻ്റെ ഈ ഇടപെടലിനെയും പ്രവർത്തനത്തെയും സംബന്ധിച്ച് വളരെ പ്രശംസ കൊണ്ട് ചൊരിയുകയുണ്ടായി. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഇതിനോടൊപ്പം സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്തത് മറ്റാരുമല്ല, കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണ ചുമതല കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അവരാണ് ടെൻഡർ വിളിച്ചത്, അവരാണ് കരാറുകാരനെ നിശ്ചയിച്ചത്, അവരാണ് ഈ പണിയുടെ മേൽനോട്ട ചുമതല വഹിച്ചത്. നിർമ്മാണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അനുബന്ധ പ്രവൃത്തികൾ ചെയ്തതാണ് പൊതുമരാമത്ത് വകുപ്പ്. ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അതിൽ സംസ്ഥാന സർക്കാരിൽ ഒരു യാതൊരു റോളുമില്ല. പക്ഷേ ഫ്ലെക്സ് വയ്ക്കുന്നതിൽ റോളുണ്ട്. കാരണം 25% തുക മുടക്കിയിട്ടുണ്ട്. 2 ആഴ്ച തോറും ഇതിൻ്റെ അവലോകനം നടത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഫ്ലെക്സ് വയ്ക്കുന്നതിൽ തെറ്റില്ല, അതുകൊണ്ട് തന്നെ അവകാശവാദം ഉന്നയിക്കുന്നതിലും തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഉന്നയിക്കുന്ന കാര്യം രജിത് പറഞ്ഞതുപോലെ അവകാശവാദം ഉന്നയിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാനുള്ള ബാധ്യത കൂടെ ഉണ്ട്. ആദ്യത്തെ പോയിന്റ് ചോദിച്ചപ്പോൾ തന്നെ എന്താണ് പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ്, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല, ഞങ്ങൾ ഇന്ന സ്റ്റെപ്പുകൾ എടുത്തു, ഞങ്ങൾ ആ സ്റ്റെപ്പുകൾ കുറച്ചുകൂടി ഇപ്പം മന്ത്രി തന്നെ നേരിട്ട് മീറ്റിംഗ് വിളിക്കും. അദ്ദേഹം ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആ കമ്പനിയെ പുറത്താക്കി, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു, അദ്ദേഹം തിരിച്ചു വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു, 3 അംഗ സമിതിയെ വെച്ചു, ആ സമിതിയുടെ പഠന റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, മന്ത്രി തന്നെ നേരിട്ട് ആ മീറ്റിംഗ് വിളിക്കുന്നു. ഇതിനപ്പുറം അതിലെങ്ങനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടത്? സ്മാർട്ട് റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടൊരു ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. ആ സ്മാർട്ട് റോഡുകളുടെ ഒരു വികസനം നടന്നു. ഒരു 12 സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയും അതുപോലെ തന്നെ LSTD വകുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ വകുപ്പിൽ നിന്ന് പൈസ കൊടുത്തതും അതുപോലെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ അവിടെ നിന്ന് കൊടുത്തതും ഒക്കെ കൂടെ ചേർത്തിട്ട് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. നിങ്ങൾ ആരെങ്കിലും എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഒരു പടം തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും നിങ്ങൾ പടം വെച്ച കഥ പറഞ്ഞല്ലോ, ഞാൻ കഥ മൊത്തം പറഞ്ഞുതരാം. അതപ്പം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. പകരം ആരുടെ പടം കണ്ടു? ഇവിടെ 50 പൈസ പോലും മുടക്കാത്ത ഈ പറഞ്ഞ മുഹമ്മദ് റിയാസിൻ്റെ പടം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ PRO ഏജൻസികൾ വർക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് വിഴിഞ്ഞത്ത് ഞങ്ങളുടെ സംഭാവന ചോദിച്ചല്ലോ, വിഴിഞ്ഞത്ത് ഞങ്ങളുടെ സംഭാവന ചോദിച്ചല്ലോ. 2014 സഖാവ് പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ 2015 ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന് അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, താങ്കൾ കേൾക്കണം. ഈ പറയുന്ന ഒരു മിനിറ്റ്. അതായത് വിഴിഞ്ഞം പദ്ധതിയിൽ 6000 കോടി രൂപയുടെ ഭൂമി കുംഭകോണം എന്ന് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഞാന് ആ കറക്റ്റ് ഡേറ്റ് അതിന്റെ ULR എന്തൊക്കെ വേണോ തരാം. പക്ഷെ അങ്ങനെ പറഞ്ഞ ഈ പറയുന്ന സഖാവ് പിണറായി വിജയൻ എന്ത് യോഗ്യതയുണ്ട് അവിടെ പോയി നെളിഞ്ഞിരിക്കാൻ? NH-66 ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതിലെ തകർച്ച, അതിലെ വിള്ളൽ ഭാവി കേരളം ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ആര് എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, ഫ്ലെക്സ് വെച്ചവർ, ബോർഡ് വെച്ചവർ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയായിരിക്കും കേരളീയ സമൂഹം വിശ്വസിക്കുന്നത് എന്ന് വേണം കരുതാൻ. പവർ പോയിന്റ് സമാപിക്കുന്നു. അതിഥികളായി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.